ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. കൃഷ്ണനോടുള്ള ഭക്തിയായിരുന്നു രാധയ്ക്ക്. ആ ഭക്തി തന്നെയായിരുന്നു രാധയുടെ പ്രണയവും. ഈ കഥകളൊക്കെ മോൾക്ക് നല്ലോണം അറിയാലോ. ആരോടും പറയില്ലെങ്കിലേ ഞാനൊരു രഹസ്യം പറയാം. കോളേജിൽ വെച്ച് നടന്ന ഡാൻസ് കോമ്പറ്റീഷന് ഞാൻ ആരായിരുന്നു എന്നറിയോ? രാധ. എന്നാ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ശാരദാമ്മേ. ഒരു ചെറിയ ഗ്യാപ്പിൽ ഓടി പോകുന്നതാ. ഒരു ഏനക്കേടും ഇല്ലാതെ സത്യാമ്മ എത്തുന്നതിന് മുമ്പേ വീടെത്തുകയും വേണം. ഇത്രയൊക്കെ ആയിട്ടും സത്യാമ്മയ്ക്ക് ശാലിനിയോടുള്ള വിരോധം തീരുന്നില്ലല്ലോ രാഘവേട്ട. ഭാമ അവളുടെ നിലപാടിൽ നിന്നും അണുവിട പിന്മാറില്ല ശാരദാമ്മേ. നമ്മളിലെ പഴഞ്ചൊല്ലൊക്കെ പറയാറില്ലേ, അവര് പിടിക്കുന്ന മുയലിൽ 4 കൊമ്പെന്നൊക്കെ. ഇത് 4ഒന്നുമല്ല, അതിലും കൂടുതൽ കൊമ്പൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതാ അവള്. പക്ഷേ ഒരു കാര്യത്തിൽ ഭാമേനെ അത്ഭുതപ്പെടുത്തിയത് ഭാമയുടെ മനസ്സിന്റെ കട്ടിയാണ്. എല്ലാം നഷ്ടപ്പെട്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ടും അഷ്ടിക്ക് വകയില്ലാതെ തെണ്ടുന്നൊരവസ്ഥ വന്നിട്ടും ഒരിറ്റ് കണ്ണുനീർ അവളുടെ കണ്ണിന് പൊടിഞ്ഞിട്ടില്ല. കാരണം അവൾക്കും അറിയാം ഇത് അവളായിട്ടുണ്ടാക്കിയതാന്നേ. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വവും അവൾക്ക് തന്നെ. അവൾ മൂലമാ ഇതെല്ലാം ഉണ്ടായെന്നും അവൾക്ക് നന്നായിട്ടറിയാം. പിന്നെ മോളോടുള്ള അവളുടെ വിരോധം അതവൾക്ക് മാറണമെങ്കിൽ അവളുടെ മനസ്സിൽ അവൾ ധരിച്ചുറപ്പിച്ചു വെച്ചിരിക്കുന്ന എന്തോ ഒരു കരട് അതെന്നേക്കോട്ട് ഇല്ലാതാവണം. അല്ലാതെ അത് മാറില്ല. സാറേ, സത്യാമ്മ എന്നാ പിന്നെ ഇരിക്കുന്നില്ല. മോളെ സുഖമായി കഴിയുമ്പോഴേ വിഷ്ണുവിലൂടെ നമ്മൾ പുതിയ വീട്ടിലേക്കൊന്ന് വരണം. അകന്നു കഴിയുന്നതിനേക്കാൾ അടുത്ത് കഴിയുന്നത് നല്ലതെന്നൊക്കെ തോന്നൽ ഭാമയ്ക്കുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് അറിയുകയൊക്കെ ചെയ്യാലോ. എന്റെ മോക്ക് പെട്ടെന്ന് സുഖാവട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കാം. ശരി കുഞ്ഞേ. അച്ഛൻ പറഞ്ഞ കരടെന്താന്ന് മനസ്സിലായല്ലോ. മനസ്സിലായി. വരട്ടെ. ഏതായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ഇതൊക്കെ ഒന്ന് കഴിയട്ടെ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം. അതുവരെ ആ കരട് അങ്ങനെ തന്നെ നിൽക്കട്ടെ. സത്യമേ, സത്യമേ, സത്യമേ ഇല്ലേ ഇവിടെ? അല്ല, ഇതാരാ? എന്താ കയ്യില്? ഞാൻ സത്യമയ്ക്കൊരു സമ്മാനം തരാനായിട്ട് വന്നതാ. സമ്മാനോ? എന്താന്ന് പറഞ്ഞില്ലല്ലോ. വാന്നേ, പറയാന്നേ. വാ സത്യമേ. അതെ, ഹിന്ദു നിയമപ്രകാരം പൊട്ടിയ വിഗ്രഹങ്ങൾ വീട്ടിൽ വെക്കാൻ പാടില്ലെന്നല്ലേ?
സമ്പത്തും ഐശ്വര്യവും വരുന്നതിനെ അത് തടയും. അതുകൊണ്ട് ഈ പൊട്ടിയ കൃഷ്ണനെ നമുക്കങ്ങ് മാറ്റാം. വാ. എന്നിട്ട് ഈ പുതിയ കൃഷ്ണനെ നമുക്കവിടെ വെക്കാം. എങ്ങനെയുണ്ട് എന്റെ സമ്മാനം? നന്നായിട്ടുണ്ട്, കാണാൻ നല്ല ചന്തമുണ്ട്. അത് പിന്നെ ദൈവങ്ങളിൽ ഏറ്റവും സുന്ദരൻ കൃഷ്ണൻ തന്നെയല്ലേ? എന്റെ കൂടെ പഠിക്കുന്ന മിക്ക ഫ്രണ്ട്സും ഹിന്ദുക്കളാ. അവരുടെ മിക്കവരുടെയും ഇഷ്ട ഭഗവാൻ കൃഷ്ണൻ തന്നെയാ. പിന്നെ സുന്ദരിമാർ ഇഷ്ടപ്പെടാൻ വേറെയും കാരണങ്ങളുണ്ടല്ലോ. പ്രേമത്തിന് ഒരു പ്രത്യേക ഭാവം തന്നെ നൽകിയത് കൃഷ്ണ ഭഗവാനാണല്ലോ. കഥകളിൽ രാധയുടെയും കൃഷ്ണന്റെയും പ്രണയം തന്നെയല്ലേ ഏറ്റവും ശക്തവും സുന്ദരവുമായത്. കൃഷ്ണനോടുള്ള ഭക്തിയായിരുന്നു രാധയ്ക്ക്. ആ ഭക്തി തന്നെയായിരുന്നു രാധയുടെ പ്രണയവും. ഈ കഥകളൊക്കെ മോൾക്ക് നല്ലോണം അറിയാലോ. ആരോടും പറയില്ലെങ്കിലേ ഞാനൊരു രഹസ്യം പറയാം. കോളേജിൽ വെച്ച് നടന്ന ഡാൻസ് കോമ്പറ്റീഷന് ഞാൻ ആരായിരുന്നു എന്നറിയോ? രാധ. കൃഷ്ണനെ ഭക്തി കൊണ്ടും പ്രേമം കൊണ്ടും കീഴടക്കിയ രാധ. അതെനിക്ക് ഉൾക്കൊണ്ട് അഭിനയിക്കണമെങ്കിൽ അവരുടെ പ്രണയത്തെക്കുറിച്ച് എനിക്ക് പഠിച്ചാലല്ലേ പറ്റൂ. അങ്ങനെ പഠിച്ചു. കൃഷ്ണനെ കുറിച്ച്, രാധയെക്കുറിച്ച്, അവരുടെ അനശ്വര പ്രണയത്തെക്കുറിച്ച്. അപ്പൊ ഇന്നു മുതൽ സത്യാമ്മ പ്രാർത്ഥിക്കുന്നത് 100 സമ്മാനമായി തന്ന ഈ കൃഷ്ണനെ നോക്കിയ. 100 വട്ട സമ്മതം. അല്ല, എന്തായി അന്ന് പെണ്ണ് കാണാൻ വന്ന കാര്യം ഉറപ്പിച്ചോ? അതേതാണ്ട് ഉറപ്പിച്ച മട്ട. പക്ഷേ എനിക്ക് ഇനിയും പഠിക്കണമെന്നോ. ബാപ്പച്ചിയാണെങ്കി ഇത് ഉടനെ തന്നെ നടത്തണമെന്ന രീതിയിലാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്ന്. എന്ത് ചെയ്യാനാ എന്റെ വിധി. പോട്ടെ സത്യാമ്മേ.